പറഞ്ഞാൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ മുമ്പ് പറയുകയുണ്ടായി ഇതിനകത്ത് ട്വിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ അധികം ഇല്ലെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമയേക്കാൾ ബുദ്ധിമാന്മാരാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിനൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ല ഒരു ഫിലിം മേക്കറിന്റെ ഇത്. ഞാൻ ഇതിനെ പേടിച്ചു പറഞ്ഞത് ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും ഒരു അതിനേക്കാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ. ഒന്നാമത് എന്നറിയോ, ഞാനായിട്ടെന്നല്ല, എൻ്റെ സിനിമകളിൽ കുറച്ച് ഞാൻ പണി മേടിച്ചതാണ്. എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നല് കുറച്ച് ഓഡിയൻസിനുണ്ട്. എല്ലാവർക്കും നല്ല കുറച്ച് ഓഡിയൻസിനുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന ജിത്തു ജോസഫ് അപ്പം ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിന്റെ ഇമോഷണൽ സൈഡാണ്. ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിന്റെ അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈറാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സട്ടിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാൺട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈറാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇത് മെയിൻ 2 ക്യാരക്ടർ അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ ഇർഷാദിന്റെ ക്യാരക്ടർ. ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ ഇത്. നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ത്രില്ലറും അല്ലെങ്കിൽ അതിന്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈം ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് ഭയങ്കര. അതിന് വേറൊരു ഫാക്ടർ ഉണ്ട്. ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഹെവിനെസ് ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത് അതുകൊണ്ടാണ്. അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം.